മലയാളം ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ച തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ കൂടുതൽ പേർ പ്രതികളാകും. സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർ അടക്കം പ്രതികളാകും. ഈ മാസം 27 വരെ സവാദിനെ NIA കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും. ചേതനുണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ചേതൻ, ഈ കേസിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്ന് പറയുമ്പോൾ NIAക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ഈ സവാദിനെ സഹായിച്ചവരെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ NIAക്ക് ലഭിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇയാളെ ചോദ്യം ചെയ്യലൊക്കെ എങ്ങനെയാണ് ഇനി നടക്കാൻ പോകുന്നത്? കീർത്തി, പ്രൊഫസർ ടി.ജെ. ജോസഫിൻ്റെ കൈവെട്ടിയ കേസിലാണ് ഇപ്പോൾ NIAയുടെ കേസന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ നമുക്കിപ്പോൾ 13 വർഷക്കാലം ഒളിവിലായിരുന്ന മുഖ്യപ്രതിയായിരുന്ന സവാദ് ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിലുണ്ട്. ഇയാളുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ ആരൊക്കെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടോ, ഈ 13 വർഷക്കാലം ഇയാൾ ഒളിവിൽ കഴിയുമ്പോൾ ആരൊക്കെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടോ, ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, ഇതിലേക്കടക്കം അന്വേഷണങ്ങൾ നീളും. ഈ ബാങ്ക് അക്കൗണ്ടുമായി ഇയാൾ ആരൊക്കെ ധനമിടപാടുകൾ ഈ അക്കൗണ്ട് വഴി നടത്തിയിട്ടുണ്ട്, ഈ ധനമിടപാടുകളുള്ള സോഴ്സുകൾ, ഇയാൾ വിദേശത്തു നിന്ന് അടക്കം ഉള്ള ധനം ഇയാളുടെ അക്കൗണ്ട് വഴി വന്നിട്ടുള്ളോ എന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കും അന്വേഷണം നീളുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, ഇയാൾ ഒളിവിൽ കഴിയുന്ന കാലത്താണ് ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഈ നിരോധനത്തിന് ശേഷം ഇയാളുടെ ഇയാൾ ചെയ്ത ധനമിടപാടിൽ മറ്റു വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ? കാരണം അക്കൗണ്ടിൽ ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഈ ധനവരവിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിച്ചായിരിക്കും. അതുപോലെ തന്നെ ഇയാൾ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർ, ഇയാൾ കൃത്യത്തിന് ശേഷം നാടുവിടുകയായിരുന്നു. ആദ്യം ആലുവയിലേക്കും അത് കഴിഞ്ഞ് കൊടുങ്ങല്ലൂരിലേക്കും പിന്നീട് ബാംഗ്ലൂരിലേക്കും വിദേശ രാജ്യങ്ങളിലേക്ക് അടക്കം കടന്നതായിട്ടായിരുന്നു മുൻപ് NIA നൽകിയിരുന്ന സൂചന. പിന്നീടാണ് ഇയാളെ കണ്ണൂർ ജില്ലയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളെ നാടുവിടാൻ സഹായിച്ചവർ അടക്കം ആരൊക്കെയാണ് നാടുവിടാൻ സഹായിച്ചത്, ചെയ്തു കൊടുത്ത സൗകര്യങ്ങൾ, എങ്ങനെയാണ് ഇയാൾ പോയത്, ഏത് വാഹന സൗകര്യമാണ് ഇയാൾ ഉപയോഗിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കും അന്വേഷണം നീളുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടവരെ എന്തായാലും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഈ കണ്ണൂർ ജില്ലയിൽ ഒളിവിൽ കഴിയുന്ന കാലത്താണ് ഇയാൾ 7 സെൻറ്റ് സ്ഥലം വാങ്ങുന്നത്. അതായത് 20 ലക്ഷം രൂപയോളം ആണ് ഇതിന് വില കൊടുത്താണ് ഇയാൾ ഈ സ്ഥലം വാങ്ങുന്നത് എന്നാണ് പറഞ്ഞത്. ആദ്യമായി ഇതിന് 6 ലക്ഷം രൂപ തന്നെ 6 ലക്ഷം രൂപ ഇയാൾ മുൻകൂറായി നൽകിയിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഈ ധനം എവിടെ നിന്നാണ് വന്നത് എന്നുള്ള കാര്യങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇയാൾ ഈ ഒളിവിൽ കഴിയുന്ന സമയത്താണ് വിവാഹം കഴിച്ചത്. ഇയാളുടെ കല്യാണത്തിന് ഇടനില നിന്ന ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കും അന്വേഷണം നീളും. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, നമുക്ക് പ്രാഥമികമായി ലഭിച്ച വിവരം അനുസരിച്ച് ഇയാൾ ഒളിവിൽ കഴിയുന്ന കാലം മൊബൈൽ ഫോൺ ഉപയോഗിച്ചില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. പക്ഷേ ഈ കണ്ണൂർ ജില്ലയിലൊക്കെ ഒളിവിൽ കഴിയുമ്പോൾ ഇയാൾ മരപ്പണി ചെയ്യുമ്പോൾ, ഷാജഹാൻ എന്ന കള്ളപ്പേരിലാണ് ഇയാൾ അവിടെ താമസിച്ചത്. മരപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മൊബൈൽ ഫോണാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ഇയാൾക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ മുൻപ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അത് ഉപേക്ഷിച്ചോ എന്ന കാര്യങ്ങളടക്കം അന്വേഷണം നീളുന്നതായിരിക്കും. ഏതായാലും 27 വരെ ഇയാൾ NIAയുടെ കസ്റ്റഡിയിലാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീണ്ടേക്കാം എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കീർത്തി, ശരി, വ്യക്തമാണ്. ചേതനാണ് സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകിയത്.